ഹരിയാനയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ തടഞ്ഞ് കർഷകർ. പ്രചാരണത്തിനെത്തിയ ബി.ജെ.പി. സ്ഥാനാർത്ഥി അശോക് തൻവറിന് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കർഷകർ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു ഹരിയാന സിർസയിൽ നിന്നുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥി. 10 വർഷം കൊണ്ട് മോദി സർക്കാർ കാർഷിക മേഖലയിൽ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെയും വെറും വാഗ്ദാനങ്ങളായി മാത്രം നിലനിൽക്കുമ്പോഴാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി ഹരിയാനയിലെ കർഷകർ രംഗത്തു വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഹരിയാനയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അശോക് തൻവാർ സിർസ മേഖലയിൽ എത്തിയത്. സ്ഥാനാർത്ഥിയെ വഴിയിൽ തടഞ്ഞ കർഷകർ മോദിയുടെ കർഷകരോടും കാർഷിക മേഖലയോടുമുള്ള സമീപനത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ കർഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു ബി.ജെ.പി. സ്ഥാനാർത്ഥി. തുടർന്ന് കർഷകർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. മോദി ഭരണകാലത്ത് കർഷകരുടെ ആവശ്യങ്ങളിൽ ഒന്നിലും തീരുമാനമെടുത്തിട്ടില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ കർഷക സമരത്തെ അടിച്ചമർത്തിയെന്നും കർഷകർക്ക് നേരെ വെടിയുതിർത്തെന്നും അവർ തുറന്നടിച്ചു. കർഷകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് സ്ഥാനാർത്ഥി മറുപടി നൽകിയെങ്കിലും അക്രമത്തിലൂടെയല്ല ചർച്ചകളിലൂടെയാണ് ഇവയ്ക്കൊക്കെ പരിഹാരം കാണേണ്ടതെന്ന താക്കീതും കർഷകർ നൽകി. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് പോലീസ് എത്തി ബി.ജെ.പി. നേതാവിനെ വാഹനത്തിൽ കയറ്റിവിടുകയായിരുന്നു. ഹരിയാന മുൻ ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് നേരെയും കർഷകർ പ്രതിഷേധിച്ചിരുന്നു. ഗ്രാമങ്ങളിൽ കയറി വോട്ട് ചോദിക്കുന്നത് തടയുകയും ദുഷ്യന്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് മറ്റൊരു ബി.ജെ.പി. നേതാവിന് നേരെയും കർഷകർ പ്രതിഷേധിക്കുന്നത്. സംഭവം സോഷ്യൽ മീഡിയ വാളുകളിൽ ചർച്ചയായതോടെ വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് ബി.ജെ.പി. നേതൃത്വവും. കൈരളി ന്യൂസ്, ദില്ലി.